ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10 × 30 ഈസ് ഈക്വൽ ടു 300. 300 × 5 months ഈസ് ഈക്വൽ ടു 1500 എന്ന പാറ്റേണിലുള്ള കറണ്ട് അഫെയർ സ്റ്റഡീസുമായിട്ട് നമ്മളിതാ മൂന്നാമത്തെ ദിവസത്തിലെത്തി നിൽക്കുന്നു. അപ്പൊ നമ്മൾ 20 കറണ്ട് അഫെയർസിന്റെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ക്ലാസ് ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പഠിക്കുക. നോക്കി നോക്കൂ, 2 ക്ലാസ്സിലായിട്ട് 20 കറണ്ട് അഫെയർ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ വിട്ടുപോകാൻ ചാൻസ് ഉള്ള ഏതാനും കറണ്ട് അഫയേഴ്സ് ആണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ തുടങ്ങിയല്ലേ. ഫസ്റ്റത്തെ നൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. നൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അതിന്റെ രചയിതാവ്? സൽമാൻ റുഷ്ദി. ആരാണ്? സൽമാൻ റുഷ്ദിയാണ് നൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അപ്പൊ തന്നെ പഠിച്ചു പോകട്ടാ. നെക്സ്റ്റ്, കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ്? കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കിയിട്ട് നിർമ്മിച്ച സിനിമ ഏതാണ് എന്നാണ് നെക്സ്റ്റ് ചോദ്യം. ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ് കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ. ഓക്കെ, അപ്പോ നൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? സൽമാൻ റുഷ്ദിയാണ്. കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കിയിട്ട് നിർമ്മിച്ച സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഓക്കെ, നെക്സ്റ്റ്, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, അതായത് MSME 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകൾ ആയി ഉയർത്തുന്നതിനുള്ള പദ്ധതി. എന്താണ്? സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയാണ് മിഷൻ 1000. എന്താണ്? മിഷൻ 1000. നെക്സ്റ്റ്, സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും NCERTയും ചേർത്ത് പുറത്തിറക്കുന്ന പുസ്തകമാണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഏതാണ്? ലെറ്റ്സ് മൂവ് ഫോർവേഡ്. യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കുന്ന പുസ്തകമാണ് എന്ത്? ലെറ്റ്സ് മൂവ് ഫോർവേഡ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് വേണ്ടിയിട്ട് ട്ടോ. നെക്സ്റ്റ്, മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജസ്. ഏതാണ്? ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജസ് എന്ന പുസ്തകം മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകമാണ്. നെക്സ്റ്റ്, 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ജോസഫ് വൈറ്റില. ഇത് 2024 ജനുവരിയിലുള്ള കറണ്ട് അഫെയറുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരനാണ് ജോസഫ് വൈറ്റില. നെക്സ്റ്റ്, കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച പ്രോസസർ ഏതാണ്? കൈരളി എന്നാണ് കേട്ടോ അതിന്റെ പേര്. കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പ്രോസസറാണ് കൈരളി. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ആരാണ്? സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. ഭിന്നശേഷിക്കാർക്ക് ഒരു ആശ്വാസമായിട്ട് അല്ലെ. എന്താണ്? ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. ഓക്കെ, നെക്സ്റ്റ്, P വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേര് രാഗിണിയാണ് കേട്ടോ. കുറുമാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, നെക്സ്റ്റ്, 2024 ധാക്ക ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം എന്താണ്? ആ ചലച്ചിത്രം പൂവാണ്. ആ ചലച്ചിത്രം. ഓക്കെ, അപ്പൊ നമ്മൾ 10 കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. നൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദി. കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ
100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള പദ്ധതി മിഷൻ 1000. സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കുന്ന പുസ്തകം. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജസ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ ജോസഫ് വൈറ്റ്ല കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പ്രോസസ്സറാണ് കൈരളി. ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. P. വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരാണ് ചോദിച്ച കുറുമാട്ടി രാഗിണി എന്നാണ് കേട്ടോ. ഓക്കെ, 2024 ധാക്ക ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രമാണ് പൂവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 10 അപ്പൊ നമ്മൾ ടോട്ടൽ എത്ര കറണ്ട് അഫെയർ പഠിച്ചു? നമ്മൾ ടോട്ടൽ 30 കറണ്ട് അഫെയർ പഠിച്ചു. നിങ്ങൾ ചെറുതായിട്ട് ഇതിനൊന്നും കാണാൻ പാടില്ല കേട്ടോ. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നും നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവസാനം എന്താവും? നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് മാറും. വേണ്ടേ? നമുക്ക് എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവണ്ടേ? നമ്മുടെ ഓരോ ഫിലിമിൽ മോഹൻലാൽ പറയുന്നുണ്ട്, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടൂന്നല്ലേ. അതെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കുക. ഫസ്റ്റ് റാങ്ക് കിട്ടും തന്നെ ആലോചിക്കുക, അല്ലെങ്കിൽ ആഗ്രഹിക്കുക ഫസ്റ്റ് റാങ്ക് എനിക്ക് വരും എന്നങ്ങണ്ട് സ്വപ്നം കാണാം. ഫസ്റ്റ് റാങ്ക് കിട്ടിയ വിഷമമൊന്നും ഇല്ലല്ലോ, ആർക്കും വിഷമമില്ലല്ലോ, വാങ്ങിക്കില്ലേ? ഓക്കെ, പിന്നെ നമുക്ക് എല്ലാവർക്കും പോസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ആളുകളുടെ വിഷമം. നമുക്കൊരു പോസ്റ്റ് പോരെ, വേറെയുള്ളവരുടെ കാര്യം നമ്മളിപ്പോൾ ആലോചിക്കേണ്ട, നമ്മൾ പഠിക്കുക. നമ്മൾ ഈ കാര്യത്തിലൊക്കെ കുറച്ച് സെൽഫിഷ് ആവാൻ നോക്കുക. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര എഫേർട്ട് എടുത്ത് പഠിക്കുക, റിവൈസ് ചെയ്യുക, എക്സാമുകൾ എഴുതുക. ഇത് തന്നെയാണ് നമ്മൾക്ക് ഇനി ഒരു 5 മാസത്തേക്ക് നമ്മുടെ എന്താ പറയാ ദിവസമുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് വേറെ ഒരു എൻഗേജ്മെന്റ്സ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു ഫിലിമിലൊക്കെ ഒരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, അത്തരം സിനിമകൾക്കൊക്കെ വേണ്ടി ആൾ 2, 3, 5, 10 വർഷം അവരുടെ ലൈഫ് അങ്ങോട്ട് സ്പെൻഡ് ചെയ്യുന്നു. അത്രയൊന്നും ഇല്ലല്ലോ, 5 മാസമല്ലേ ചോദിക്കുന്നുള്ളൂ. ആ 5 മാസം നിങ്ങൾക്ക് നന്നായി പഠിച്ചൂടെ? ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗോള് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ 5 മാസം കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.